എന്തുകൊണ്ടാണ് അമേരിക്കൻ ഡ്രീം സക്സസ്ഫുൾ ആണ്? അപ്പോൾ 2-3 ജോലി കിട്ടിയ ഒരു നല്ല സാലറി കിട്ടും, അതിനനുസരിച്ചുള്ള വീട് വാടകയ്ക്ക് എടുക്കാം, കാരണം അവരുടെ കുട്ടികളെ പഠിപ്പിക്കാം, മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാം. ഇതൊന്നും ഈ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം, കാരണം അവിടെ ജോലിയില്ല. ഇതാണ് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. തകർന്നിരിക്കുന്ന റഷ്യക്ക് എന്തോ ഇന്ത്യയെ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അടിച്ചു വിടുന്ന ഓരോ നരേറ്റീവ്സും കഥകളും കള്ളങ്ങളും. ഇതൊക്കെ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഡാം ഫെയിലിയറാണ്, കംപ്ലീറ്റ് ഫെയിലിയറാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ട്രംപ് മൈൻഡ് ചെയ്യാത്തത്. ഇന്ത്യയെക്കാളും പ്രാധാന്യം ട്രംപ് ഇപ്പോൾ കൊടുക്കുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ വേണമെങ്കിൽ ലോഹ്യം പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് താല്പര്യമൊന്നുമില്ല ഇന്ത്യ പാകിസ്ഥാന് യോജിച്ച് പോകണമെന്ന്. കാരണം അവർക്കറിയാം പാകിസ്ഥാനെ എപ്പോഴും വെച്ച് ട്രിഗർ ചെയ്യാൻ പറ്റും ഇന്ത്യയെ. കാരണം എടുത്ത് ചാടിയതാണ് നമ്മൾ ഈ സംഭവം ഫാൽഗാം. അതിനുശേഷം അതിൻ്റെ അടിയാണ് ഓരോന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരൻ്റെ കുടുംബത്തെ ഇത്ര ഹീനമായിട്ട് ബാധിക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യൻ ഡിപ്പെൻഡൻറ്റ്, അതായത് പല അമേരിക്ക ജോലി ചെയ്യുന്ന പല ഇന്ത്യക്കാരുണ്ട്, അവരുടെ ബന്ധുക്കളും മാതാപിതാക്കൾ അവരുടെയൊക്കെ വിസ ഡിനേ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞത്, അതായത് വിസ കാര്യം മാർക്ക് റൂബി അപ്പോഴേ റിജക്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമില്ലെന്ന്. ഉള്ള സംഭവം എത്ര പേരെ ബാധിച്ചു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ജോയിൻറ്റ് സെക്രട്ടറി ജയ്സ്വാ ഇതിനെപ്പറ്റി എത്രയോ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ അവരിത് മൈൻഡ് ചെയ്യുന്നേയില്ല. കാരണം അവർക്ക് ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ചവിട്ടിക്കൂട്ടണം. കാരണം അവർ പറഞ്ഞത് കേട്ടില്ല. അവരുടെ ലൈനിലോട്ട് അലയൻസ് പാർട്ട്ണറായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ മുന്നോട്ട് ഇന്ത്യയെ കൊണ്ടുപോകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ മോദി അഡ്മിനിസ്ട്രേഷൻ വന്ന ഏറ്റവും വലിയ പാളിച്ച അത് അവർക്കത് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് പാർട്ട്ണർ അല്ല എന്ന രീതിയിൽ അവരെത്തിച്ചേർന്നു. അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് H1Bയുടെ വിസയും ഗ്രീൻ കാർഡുമായി ബന്ധപ്പെട്ട പുതിയ ലെജിസ്ലേഷൻ പാസ്സാക്കിയിട്ട് ഒരുപാട് ഇന്ത്യക്കാരെ മുഴുവൻ നാട് കടത്തും. ഇനി സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം നോക്കുക, അത് എത്ര ഇഷ്ടം പോലെ കുറച്ചു. അതായത് അവിടുത്തെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യുക. ആ സംഭവം അങ്ങനെ ജോലി കിട്ടാതെ അലയുന്ന, ജോലിയില്ലാത്ത, ജോലി ചെയ്യുന്ന ഏകദേശം 1.5-2 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട്. ഏറ്റവും കൂടുതൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെയാണ് പോയിരിക്കുന്നത്. അവരോടും പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോയിക്കോളാം, ഇവിടെ ജോലിയും കിണാപ്പും കോപ്പും ഒന്നുമില്ല. അപ്പം ഇതെല്ലാവരും കൂടി ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇപ്പം എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാണ് തിങ്ക് ചെയ്യേണ്ട പ്രോസസ്സ്. മോദി വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക.